കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സ നിഷേധിച്ചതിനെ തുടർന്ന് കുട്ടി മരിച്ചതായി പരാതി. മലപ്പുറം സ്വദേശികളുടെ 16 വയസ്സുള്ള മകളാണ് കൃത്യസമയത്ത് ചികിത്സ ലഭിക്കാതെ മരിച്ചതായി പരാതി ഉയർന്നത്. കേരള വിഷൻ ന്യൂസ് എക്സ്ക്ലൂസീവ്. എൻ്റെ കുട്ടി ന്യൂമോണിയ ബാധിച്ച് കോളേജിൽ അഡ്മിറ്റ് ആയിരുന്നു. അവിടുന്ന് വെന്റിലേറ്റർ ഇല്ലാത്തത് കൊണ്ട് ഞങ്ങളെ പുറത്തുള്ള ഹോസ്പിറ്റലിൽ കാണിക്കാൻ പറഞ്ഞു. അത് ഞങ്ങൾ സ്റ്റാർ കെയർ എന്ന ഹോസ്പിറ്റലിലാണ് ഞങ്ങൾക്ക് എത്തിയത്. അവിടെ നല്ല എമൗണ്ടാണ് ഞങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല. ഞാൻ കുട്ടീൻ്റെ അമ്മയാണ്. എങ്ങനെയെങ്കിലും ഞങ്ങളെ മോളെ ഇവിടുന്ന് ഇറക്കി തരണം. ഇവിടുന്ന് ബില്ല് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് താങ്ങാവുന്നതിലപ്പുറമായിട്ട് ഡോക്ടർമാര് പറഞ്ഞത് കഴിയുന്നതും ഓളെ പരമാവധി ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് ഓള്. പക്ഷെ ഞങ്ങൾക്ക് ഇനി ഇവിടെ താങ്ങൂല ബില്ല്. കഴിഞ്ഞ 13-നാണ് മലപ്പുറം സ്വദേശി സുരേഷ് 16 വയസ്സുള്ള മകളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുന്നത്. മലപ്പുറം കൊണ്ടോട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും രോഗം മൂർച്ഛിച്ചതിനെ തുടർന്നാണ് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത്. എന്നാൽ മണിക്കൂറോളം അത്യാഹിത വിഭാഗത്തിൽ ചികിത്സ നൽകാതെ കിടത്തിയെന്നും 14-ാം തീയതി രാവിലെ വാർഡിലേക്ക് മാറ്റുകയാണ് ചെയ്തതെന്നും കുടുംബം പറഞ്ഞു. തൊട്ടു പിന്നാലെ കുഞ്ഞിന്റെ ഓക്സിജൻ അളവ് കുറഞ്ഞ് ആരോഗ്യസ്ഥിതി മോശമാവുകയും ചെയ്തു. ഡോക്ടർമാരെ വിവരമറിയിച്ചതിനെ തുടർന്ന് ചികിത്സയ്ക്ക് ആവശ്യമായ വെന്റിലേറ്ററും അനുബന്ധ ഉപകരണങ്ങളും ഇല്ലെന്ന് ചൂണ്ടിക്കാട്ടി മറ്റൊരാശുപത്രിയിലേക്ക് മാറ്റാൻ നിർദ്ദേശിക്കുകയായിരുന്നെന്നും കുടുംബം പറഞ്ഞു. ഇത് കാണിച്ച് ആരോഗ്യമന്ത്രിക്ക് കുടുംബം പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ലെന്നും കുടുംബം ആരോപിച്ചു. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയ നിർധന കുടുംബത്തിന് 2 ദിവസം കൊണ്ട് ചെലവായത് 2 ലക്ഷത്തിലധികം രൂപയാണ്. തുടർന്നുള്ള ചികിത്സയ്ക്ക് നാട്ടുകാർ ചേർന്ന് പണം സ്വരൂപിക്കുന്നതിനിടെയാണ് 16 വയസ്സുകാരി മരണത്തിന് കീഴടങ്ങിയത്. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.